പീറ്റർ മാഷും NM വിജയനും എഴുതി ഒപ്പുവെച്ച 10 രൂപ പത്രത്തിലെ മുദ്രപത്രത്തിലെ കരാർ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, കരാർ എഴുതി കൈക്കൂലി വാങ്ങുന്ന ഒരു സംഭവ വികാസം ഒരുപക്ഷെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയിലാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങേക്ക് മുന്നനുഭവം ഉണ്ടെങ്കിൽ അത് പറയാവുന്നതുമാണ്. മറ്റൊന്ന് 21/7/2021 IC ബാലകൃഷ്ണൻ എഴുതിയ കത്ത്. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടി പ്രവർത്തകനുമായ ശ്രീ ബാലകൃഷ്ണന്റെ മകൾ ഇന്നയാൾ അർബൻ ബാങ്കിന്റെ സൂപ്പർ പോസ്റ്റിലേക്ക് നിയമിക്കാൻ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നൽകിയ ശുപാർശ കത്ത്. ഇതിന് രണ്ടിനും എന്തെങ്കിലും ഒരു ന്യായം പറയാൻ പറ്റുമോ? രണ്ടിനും ന്യായമുണ്ട് മാധു, രണ്ടിനും ന്യായമുണ്ട്. എനിക്ക് സമയം തന്നാൽ മതി. ഒന്നാമത്തത്, ലോകത്ത് കരാർ എഴുതി കോഴ കൊടുത്ത് ജോലി വാങ്ങുന്നത് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ളവരാരും കോൺഗ്രസുമല്ല, അങ്ങനെയുള്ളവർ കോൺഗ്രസ് വിശ്വാസികളുമല്ല. അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസ നിലവാരമുള്ള സംസ്ഥാനം കേരളം എന്ന് പറയുന്നത്, അവിടെ ഒരു പാർട്ട് ടൈം സ്വീപ്പർ പോസ്റ്റ് എന്നൊക്കെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് 30 ലക്ഷവും 18 ലക്ഷവും ഒക്കെ കൊടുത്ത് അതിനൊരു എഗ്രിമെന്റ് മുദ്രപത്രത്തിൽ എഴുതി എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇനി എഴുതിയിട്ടുണ്ടെങ്കിൽ കൊടുത്തയാളും വാങ്ങിയയാളും പ്രതികളാക്കപ്പെടണം, അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. അതിന് കോൺഗ്രസ് അല്ല നടപടി സ്വീകരിക്കേണ്ടത്, സംസ്ഥാനത്തെ നിയമ സംവിധാനമാണ് നടപടി സ്വീകരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള പക്ഷെ ഇത് ചോദിക്കട്ടെ, ഇത് NM വിജയൻ എന്ന് പറയുന്ന ആൾ സ്വന്തം താല്പര്യപ്രകാരമല്ലല്ലോ, അദ്ദേഹം ട്രഷററായിരിക്കുന്ന ആ ഒരു കപ്പാസിറ്റിയിൽ ഇരുന്നുകൊണ്ടല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കോൺഗ്രസ് അല്ലേ മറുപടി പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, PP ദിവ്യ പോയി നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിയത് നവീൻ ബാബു PP ദിവ്യയുടെ ഔദ്യോഗിക ആ ഒറ്റ പേഴ്സണൽ കപ്പാസിറ്റിയിലാണെന്നല്ലേ CPM നേതാക്കന്മാർ പറഞ്ഞത്? CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആസൂത്രണം ചെയ്താണ് നടപ്പാക്കിയെന്ന് അവർ സമ്മതിച്ചോ? അല്ല, അവർ സമ്മതിച്ചോ? CPM-ന്റെ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട്, അല്ലല്ല ഞാൻ പറയട്ടെ, അല്ല മാധു ഞാൻ പറയട്ടെ, അല്ലല്ല ഞാൻ പറയട്ടെ, അല്ല അത് സമ്മതിച്ചില്ലല്ലോ. ഇനി രണ്ടാമത്തത്, ഒരു DCC ട്രഷറോ KPCC ട്രഷറോ ഏത് നേതാവായാലും ഇത്തരത്തിൽ കരാർ വെച്ച് പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും, ഇനി പണം വാങ്ങാനിരിക്കുന്നവരാണെങ്കിലും അങ്ങനെ സമ്മതിക്കോ, ചെയ്യോ? തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നാട്ടിൽ കോഴ നടത്തുന്നത്. അതും സാമാന്യ ബുദ്ധിയുള്ള ഒരാളുടെ ചോദ്യമാണ്. എന്ന ഒരു ഇത് വെച്ചിട്ട് മാത്രമേ ഈ ആളുകൾ ചെയ്യുന്ന അഴിമതി അംഗീകരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരായ ഒരു കാര്യമാണ് അഴിമതി, അത് ചെയ്യോ? ഇല്ല എന്ന് പറഞ്ഞ പോരെ, ചെയ്തല്ലോ. അല്ല മാധു അങ്ങനെയല്ല. മാധു പറഞ്ഞില്ലേ, ലോകത്തിൽ ആദ്യമായിട്ടാണ് കരാർ വെച്ച് കോഴ നടത്തുന്നതെന്ന്. ഞാനും അത് തന്നെ കേൾക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മുൻപ് കേട്ടിട്ടുണ്ടോ? ഇനി കേൾക്കാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കത്തിൽ ചില പ്രശ്നം. അല്ല മാധു, അല്ല എനിക്ക് എൻ്റെ പോയിന്റ് പറയാനായിട്ട്, ഇപ്പോൾ കോൺഗ്രസ്, ഞാൻ ഒരു കാര്യം പറയാം മാധു, ഇത്രയും ദിവസം 3-4 മാസക്കാലം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ നടന്ന ചർച്ചകളിൽ കോൺഗ്രസ് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിലും വരുന്നു. കോൺഗ്രസ് ഡിഫൻസിലാണ് എന്ന് പൊതുവിൽ മാധ്യമങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തോന്നുന്നു, CPM-ന് തോന്നുന്ന വിഷയത്തിലും ഞങ്ങൾ വന്നിരുന്ന് സംസാരിക്കല്ലേ. അപ്പോൾ ഞങ്ങൾക്കിത് കൃത്യമായിട്ട് ഞങ്ങളുടെ പോയിന്റ് ബൈ പോയിന്റ് മറുപടി പറയാനുള്ള സാവകാശം തരണം. ഞാൻ പറയുന്നത്, ഈ കത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ അവസാനം പരാതി പറഞ്ഞ സായൂജിന്റെ പത്രോസിന്റെ ഒക്കെ പണം കൊടുക്കാനുണ്ടെന്ന് NM വിജയന്റെ കത്തിൽ, ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കത്തിൽ എന്തുകൊണ്ട് പേര് പറയുന്നില്ല? അതേസമയം പണം കൊടുത്ത് പരിഹരിച്ച പരാതിയിൽപ്പെട്ട രാധാകൃഷ്ണന്റെ പേര് കത്തിൽ പരാമർശിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അതൊരു വിഷയമല്ലേ? അത് സംസാരിക്കണ്ടേ, ചർച്ച ചെയ്യണ്ടേ? അവിടെ നിർത്തുക. ഈ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ വിഷയത്തിലേക്ക് മാത്രം വരാം. ഫോറൻസിക് റിപ്പോർട്ട് വേണം, അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്ന് താങ്കൾ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരം പറയാതെയാണ് അങ്ങ് ജേക്കബ് ജോർജ് ഉന്നയിച്ച കാര്യത്തിലേക്ക് പോകുന്നത്. IC ബാലകൃഷ്ണന്റെ കത്തിന്റെ കാര്യം അങ്ങ് മനഃപൂർവ്വം മറന്നുപോയതാണോ അതോ മനഃപൂർവ്വം അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണോ? അല്ല മാധു, എനിക്ക് ഈ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതിന് മറുപടി കൊടുക്കാനുള്ള സമയം കൂടി തന്നാൽ മതി. IC ബാലകൃഷ്ണൻ കൊടുത്ത കത്ത് എന്ന് പറഞ്ഞ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്ത്, അനില ബാലചന്ദ്രന് ശുപാർശ കൊടുത്തു എന്നുള്ളൊരു കത്താണല്ലോ താങ്കൾ പറയുന്നത്. അതിൽ കൃത്യമായിട്ട് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകൻ അതിലെ വിവരങ്ങൾ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ ഇന്റർവ്യൂ നടത്തുന്നു. ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം റാങ്ക് ലിസ്റ്റ് ഇടുന്നു. SC ST വിഭാഗത്തിലെ 1ാം റാങ്കുകാരി, ജനറൽ കാറ്റഗറിയിലെ 9ാം റാങ്കുകാരി. സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് അവിടെ ജോലി കിട്ടണമായിരുന്നു. അത് കൊടുത്തില്ല. അത് കൊടുക്കാതെ വന്നപ്പോൾ അവർ പരാതിയുമായിട്ട് പോകുന്നു. സംസ്ഥാന സഹകരണ വകുപ്പ് പറയുന്നു ആ പരാതിയിൽ നടപടിയെടുക്കണമെന്ന്. അപ്പോഴും നടപടിയെടുത്തില്ല. ഹൈക്കോടതിയുടെ മുമ്പിൽ നിന്ന് വിധി വാങ്ങുന്നു. അപ്പോഴും നടപടിയെടുക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ DCC പ്രസിഡന്റിന്റെ അടുത്ത് ചെല്ലുന്നു, ഈ വിഷയത്തിൽ ഇടപെടണമെന്ന്. സ്വാഭാവികമായിട്ടും നാട്ടിലെ മുഴുവൻ നേതാക്കന്മാരും ഇടപെടുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് ഒരു തെറ്റ്? പൂർണ്ണമായിട്ടും അർഹതയുള്ള കുട്ടിയല്ലേ അനില. ആ കുട്ടിക്ക് ജോലി കൊടുക്കാൻ അർഹതയില്ലെന്ന് ആർക്കും അറിയാൻ പറ്റുക? അപ്പൊ ആ വിഷയത്തിൽ ക്രമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് സ്ഥാപിക്കാൻ നോക്കണ്ട. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് എന്തിനാണ് MLA-യുടെ ശുപാർശ കത്ത് എന്നാണ് ചോദിക്കുന്നത്.
സ്വാഭാവിക നിയമനം അത് കിട്ടില്ലേ? ബാങ്ക് ഭരണസമിതിയോടും സംസ്ഥാന സഹകരണ വകുപ്പിനോടും ചോദിക്കും. അല്ല, അത് ഞാൻ പറയുന്നതേ ബാങ്ക് ഭരണസമിതിയോടും സംസ്ഥാന സഹകരണ വകുപ്പിനോടും കൂടി ചോദിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അത്തരം ബാങ്ക് ഭരണസമിതിക്കെതിരെ ഞങ്ങൾ നടപടിയെടുത്തപ്പോൾ ആ നടപടിയെടുത്ത ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തെയാണ് CPM കൊണ്ടുപോയത്. അത് ഞങ്ങൾ പുറത്താക്കുന്നവരെ CPM കൊണ്ടാകുന്നതിലുള്ള പേടി കൊണ്ട് പറയുന്നതല്ല. ഞങ്ങൾ അഴിമതിക്കാര്, കോഴ വാങ്ങുന്നവര്, ക്രമവിരുദ്ധമായിട്ട് നടപടി സ്വീകരിക്കുന്നവര് എന്ന് തിരിച്ചറിഞ്ഞ് പുറത്താക്കിയവരെ CPM സ്വീകരിച്ചതിലെ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത്തരം കള്ളന്മാരെ അല്ലെങ്കിൽ കൊള്ളക്കാരെ CPM കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഇനി മാധു അവസാനിപ്പിക്കില്ല, ഞാൻ മറുപടി പറയട്ടെ. ഈ ഫോറൻസിക് റിപ്പോർട്ട് ചോദിക്കുന്ന മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. സാറേ, നമ്മൾ മറക്കാൻ പാടില്ല, പ്രളയ ഫണ്ട് തട്ടിയെടുത്ത കേസിൽ കാക്കനാടുള്ള അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരിയായിട്ടുള്ള സിയാദിന്റെ ആത്മഹത്യ ഉണ്ടായിരുന്നു. ആ ആത്മഹത്യക്ക് ശേഷം അദ്ദേഹത്തിന്റെ സ്കൂട്ടറിന്റെ ഡിക്കിയിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ തുടങ്ങി CPM-ന്റെ ഉന്നത നേതാക്കന്മാർക്ക് പ്രളയ ഫണ്ട് തട്ടിയെടുത്തിൽ ബന്ധമുണ്ടെന്നായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ എന്നാണ് CPM നേതാക്കന്മാർ പറഞ്ഞത്. താങ്കൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളാണല്ലോ അവസാനിപ്പിക്കില്ല. അല്ല മാധു, മാധു അങ്ങനെ പറയല്ലേ. ഞങ്ങൾ ഭരണപക്ഷത്തില്ലാത്ത ഒരു സംഘടനയാണ്, ഞങ്ങൾ പ്രതിപക്ഷ സംഘടനയാണ്. സ്വാഭാവികമായിട്ടും CPM-ന് ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് കോൺഗ്രസിനെ വേട്ടയാടാം. അപ്പൊ നിയമപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പാലിക്കട്ടെ എന്നല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞോ. ഇനി ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് വെക്കാം. നിങ്ങളുടെ DCC പ്രസിഡന്റിന് അന്വേഷണ വിധേയമായി നിങ്ങളുടെ ഇന്റേണൽ കമ്മിറ്റി ആണല്ലോ, നിങ്ങൾക്ക് അതിവേഗം ബഹുദൂരം ഈ അന്വേഷണം കൊണ്ടുപോകാമല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അത്രയും കാലം സാർ ഒന്ന് മാറി നിൽക്കൂ, ഇത്രയും വലിയ ആരോപണം ഉണ്ടായതല്ലേ എന്ന് പറയാൻ പോലെ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചോളൂ. ഞാൻ വരാം.